السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه وأتباعه إلى يوم الدين. വേദിയിലെ ഉദ്ഘാടകൻ അഭിനന്ദനായ സയ്യിദ് മുഹമ്മദ് കോയ ജമലലി തങ്ങൾ, അഭിനന്ദരായ പണ്ഡിത മഹത്തുക്കൾ, സ്നേഹമുള്ള സദസ്സിലും സന്നിഹിതരായിട്ടുള്ള പണ്ഡിതന്മാർ, വളരെ പരിമിതമായ സമയമാണ് എൻ്റെ മുമ്പിലുള്ളത്. കാരണം മുദരിസുമാർ അറിഞ്ഞിരിക്കേണ്ട ഭൗതിക നിയമങ്ങൾ എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിക്കപ്പെട്ടത്. ഞാൻ അന്നേ തന്നെ നേരത്തെ ഇത് സംബന്ധിച്ച് വിളിക്കുമ്പോൾ ഞാൻ സൂചിപ്പിച്ച ഒരു കാര്യം, മുദരിസുമാർ അറിഞ്ഞേണ്ട ചില ഭൗതിക നിയമങ്ങളെക്കുറിച്ചൊക്കെ പറയാൻ വേണമെങ്കിൽ വായിച്ചു. പക്ഷേ അതൊരു പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെ കൊണ്ടാണെങ്കിൽ കുറച്ചുകൂടി നന്നായി എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. എൻ്റെ പണി സത്യത്തിൽ അങ്ങനെ ഒരു പ്രാക്ടീസൊന്നുമല്ല. എന്നെ ആരൊക്കെയോ അറിയാതെ വക്കീലാക്കിയതാണ്. ഞാൻ ലോ പഠിച്ചതേ ഉള്ളൂ. പഠിച്ചിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. അതൊരു അത്രമാത്രമേ എൻ്റെ മുമ്പിലുള്ളൊരു യാഥാർത്ഥ്യമുള്ളൂ. ബാക്കിയുള്ളത് ചിലപ്പോൾ ചില സ്വാഗത പ്രഭാഷകരൊക്കെ പലതും പറയാറുണ്ട്. അങ്ങനെ പറയുമ്പോൾ അപ്പോൾ അവരെ ഒരു അപമാനിക്കാൻ പറ്റാത്തതുകൊണ്ട് ചിലപ്പോഴൊക്കെ മിണ്ടാണ്ടിരിക്കും. അതിനപ്പുറം അങ്ങനെയാണല്ലോ. ഇപ്പോൾ പണ്ട് ഈ സംസ്കൃതം പഠിച്ച സമയത്ത് 2ാം റാങ്കോ 1ാം റാങ്കോ എന്നൊക്കെ പറയും. എനിക്കങ്ങനെ റാങ്കൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ അങ്ങനെ പറയുന്നത് ആരാന്ന് വെച്ചാൽ അതിങ്ങനെ വല്ലാതെ വലുതാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തലാണ്. അപ്പം ഞാൻ പറയാൻ കാരണം, ഒരു പ്രാക്ടീസ്ഡ് വക്കീലാണ് അത് സംബന്ധിച്ചൊക്കെ പറയാൻ ഒരുപാട് ഉത്തമനായിരുന്നത് എന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും കുറച്ചു കാര്യങ്ങൾ നമ്മളെല്ലാവരും ഈ ദർസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളിലും അതോടൊപ്പം തന്നെ നമ്മുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അറിയേണ്ട ചില വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ 2 പാർട്ടാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, നല്ല നിലക്ക് അറിയേണ്ടതും ചിലത് നല്ലതല്ലാത്ത രീതിയിൽ അറിയേണ്ടതുമായ ചില കാര്യങ്ങളുണ്ട്. നല്ല നിലക്ക് എന്ന് ഞാൻ സൂചിപ്പിക്കാൻ കാരണം, നമ്മുടെ രാജ്യത്തുള്ള ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ, പ്രത്യേകിച്ചും മുസ്ലിം വ്യക്തി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. മുസ്ലിം വ്യക്തി നിയമം എന്ന് പറയുന്നത് രാജ്യത്ത് 937 സ്ഥാപിതമായതാണ്. 937 സ്ഥാപിതമാകുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് രാജ്യം സ്വതന്ത്രമല്ല. സ്വതന്ത്രമല്ലാത്ത ഒരു ഘട്ടത്തിലാണ് ആപ്ലിക്കേഷൻ ഓഫ് ഇസ്ലാമിക് ശരിയ എന്ന നിയമം വരുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം പോലും അന്നത്തെ കാലത്തെ അവിഭക്ത പഞ്ചാബ് എന്ന് ഞാൻ പറയാൻ കാരണം, പഞ്ചാബ് 2ആയി. അന്നത്തെ അവിഭക്ത പഞ്ചാബിൽ ഒരു മുസ്ലിം സഹോദരി അവരുടെ വാപ്പയുടെ അനന്തരാവകാശ സ്വത്തിനു വേണ്ടി അന്നത്തെ ബ്രിട്ടീഷ് പ്രീവി കൗൺസിലിൻ്റെ മുമ്പിൽ കേസ് കൊടുത്തു. സഹോദരന്മാർ കൊടുക്കാത്ത സമ്പത്ത് നൽകപ്പെടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കേസ് കൊടുത്തത്. ആ കേസ് നൽകപ്പെട്ടിട്ട് പക്ഷേ ഇന്ത്യയിൽ നിലനിന്നിരുന്ന സാമ്പ്രദായികമായ രീതിക്കനുസൃതമായിട്ട് അങ്ങനെ പെൺകുട്ടിക്ക് വാപ്പയുടെ സ്വത്തിൽ അവകാശമില്ലെന്നാണ് അന്നത്തെ കോടതി വിധിച്ചു വച്ചത്. അങ്ങനെ വന്നപ്പോഴാണ് ഇസ്ലാമിക നിയമം നടപ്പിലാക്കണമെന്ന് അന്നത്തെ പണ്ഡിതന്മാർ ആവശ്യപ്പെട്ടത്. ഞാനിത് പറയുന്നതിൽ ഒരുപാട് അർത്ഥതലങ്ങളുള്ളത് കൊണ്ടാണ് ഞാനങ്ങനെ സൂചിപ്പിച്ചത്. കാരണം ഇസ്ലാമിക ശരീഅത്തും വിശിഷ്യ ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്റ്റും സ്ത്രീയെ, അതായത് സ്ത്രീ വിരുദ്ധമാണ് എന്ന് പറയുന്നിടത്ത് നിന്നാണ്, എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു ആക്ട് ഇന്ത്യയിൽ നിലവിൽ വരാനുള്ള പ്രധാന കാരണം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം, വാപ്പയുടെ സ്വത്തിൽ അവകാശമില്ലെന്ന് ബ്രിട്ടീഷ് പ്രീവി കൗൺസിലിൻ്റെ വിധി വരുമ്പോൾ ആ വിധിക്കെതിരായി നടത്തിയ പോരാട്ടത്തിൻ്റെ ഭാഗമായിരുന്നു ഇന്ത്യയിലെ ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട്. അത് പറയുന്ന പ്രകാരമുള്ള ഒട്ടേറെ വിഷയങ്ങളിൽ മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളുടേതായ വ്യക്തി നിയമത്തെ ആചരിക്കാം.
വ്യക്തി നിയമം എന്ന് പറയുന്നിടത്ത് നമ്മൾ കാണേണ്ടത് സമൂഹ നിയമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ശരീഅത്ത് നിയമവും ഇന്ത്യയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രാപ്തമല്ല എന്നതുകൂടിയാണ്. അല്ലെങ്കിലും സമൂഹ നിയമങ്ങൾ എന്ന് പറയുന്നത് ഒരു ഭരണ സംവിധാനം, ഇസ്ലാമിക ശരീഅത്ത് അനുസൃതമായിട്ടുള്ള ഭരണ സംവിധാനം നിലനിൽക്കുന്നിടത്തല്ലാതെ പ്രാപ്തവുമല്ല. ഇതൊക്കെ പല ഉദ്ദേശങ്ങളോട് കൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ്, വിശദീകരിക്കാനുള്ള സമയം വളരെയേറെ പരിമിതമായതുകൊണ്ട്. കാരണം ശരീഅത്ത് നടപ്പിലാക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഹദ്ദടിച്ചില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഇത് വ്യക്തി നിയമം മാത്രമാണ്. വ്യക്തിയെ ബാധിക്കുന്ന ചില വിഷയങ്ങളുടെ നിയമമാണ്. വ്യക്തിയെ ബാധിക്കുന്ന ചില വിഷയങ്ങളെന്ന് പറയുന്നത് വിവാഹം, വിവാഹാനന്തരമായി നടക്കേണ്ട ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വിവാഹത്തിൻ്റെ, അതോടൊപ്പം തന്നെ അനന്തരാവകാശത്തിൻ്റെ, വസിയത്തിൻ്റെ, അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അതിൻ്റെ അനുബന്ധ ഘടകങ്ങളെല്ലാം കൂടിയിട്ടൊരു 14 വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ആ 14 വിഷയങ്ങൾക്ക് ശേഷമാണ് ആ ആക്ട് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്, ഇത്തരം കാര്യങ്ങളിൽ ദ ലോ ഓഫ് ഡിസിഷൻ വെയർ ദ പാർട്ടീസ് ആർ മുസ്ലിംസ് ഷാൾ ബി ദ മുസ്ലിം പേഴ്സണൽ ലോ എന്നാണ്. ഇവിടെ നിയമം വരേണ്ടത് ദ ലോ ഓഫ് ഡിസിഷൻ, ഇവിടെ തീരുമാനമെടുക്കേണ്ട നിയമം എന്ന് പറയുന്നത് വേർ ദ പാർട്ടീസ് ആർ മുസ്ലിംസ്, അവിടെ മുസ്ലിങ്ങളാണ് രണ്ടു ഭാഗത്തു നിൽക്കുന്ന പാർട്ടികൾ എന്ന് വന്നാൽ ഷാൽ ബി ദ മുസ്ലിം പേഴ്സണൽ ലോ, അവിടെ മുസ്ലിം വ്യക്തി നിയമമാണ് വരേണ്ടത് എന്നാണ്. ഈ നിയമം വന്നിട്ട് പോലും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിലൊന്നാണ് നമ്മൾ സാധാരണ കൈകാര്യം ചെയ്യുന്ന ചില വിഷയങ്ങളിലേക്ക് പോകാൻ വേണ്ടി പറയാണ്. 1939 37 കഴിഞ്ഞ് 39 തന്നെ ഈ ശരീഅത്ത് നിയമത്തിൻ്റെ കൂടെ വന്ന മറ്റൊരു നിയമമാണ് മുസ്ലിം വിമൻ മാരേജ് ഡിസൊല്യൂഷൻ ആക്ട്. 1939 എന്ന പേരിലാണ് അറിയപ്പെടാറ്. അപ്പം ഈ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഇടങ്ങേറിൽ ഇപ്പം ഇതൊക്കെ പറഞ്ഞ് ഇടങ്ങേറാക്കണോ? 1939 ആക്ട് എന്നാണ് അതിന് പറയാറ്. ഇത് സത്യത്തിൽ അതിൻ്റെ ഉള്ളടക്കം ഫസ്ഖാണ്. ഫസ്ഖുമായി ബന്ധപ്പെട്ട അതിൻ്റെ കാരണങ്ങളാണ്. അതിന് സാധാരണ പറയില്ല അതിൻ്റെ ഗ്രൗണ്ട് എന്ന് പറയാം. ആ ഗ്രൗണ്ട് മുഴുവനും ഫസ്ഖുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ ഫസ്ഖ് ചെയ്യേണ്ട ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൻ്റെ വിധിപ്രകാരമുള്ള ഫസ്ഖിൻ്റെ സ്വഭാവമല്ല അവിടെ ഉള്ളത്. എന്ന് പറഞ്ഞാൽ ഖാദിയെ സമീപിക്കുകയോ അല്ലെങ്കിൽ ഒരു മുഹക്കമിനെ ആക്കുകയോ ഇല്ലെങ്കിൽ ഒരു അഭിപ്രായ പ്രകാരം സ്ത്രീ തന്നെ സ്വയമേവ ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്കു അങ്ങനെയും ചെയ്യാവുന്ന ചില സാഹചര്യങ്ങളോ അല്ല, മറിച്ച് കോടതി വിധിപ്രകാരം ആ ഫസ്ഖ് നടക്കണമെന്നാണ്, അതായത് ആ ഡിവോഴ്സ് നടക്കണമെന്നാണ് 39 ആക്ട് ഉള്ളത്. ഈ 39 ആക്ട് പക്ഷേ ഒരുപാട് വലിയ അർത്ഥത്തിലുള്ള സമയം കൊല്ലലുണ്ടാക്കുന്നു എന്ന ഒരു വലിയ പരാതി ഇന്ത്യയിലെ നിയമപണ്ഡിതന്മാർക്കിടയിലുണ്ടായി. പ്രത്യേകിച്ചും കേരളത്തിലൊക്കെ അത് വലിയ ചർച്ചയായി. അങ്ങനെ വന്നപ്പോഴാണ് 21 അതായത് 2021 നമ്മൾ കാണുന്ന മറ്റൊരു ഒരു കോടതി വിധി വരുന്നത്. അതാണ് ഇപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുന്ന ഖുല എന്ന് പറഞ്ഞാൽ ഖുല എന്നാണ് അവർ പറയാം. അങ്ങനെ പലതും ഉണ്ടല്ലോ. ഖുൽഉമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നതാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു ചർച്ച. ഞാനത് പറയാൻ കാരണം ഇതൊക്കെ ഇങ്ങനെ ഒന്ന് ഓടിച്ച് പറഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ ഫസ്ഖിൽ തന്നെ നമ്മൾ കുറേ പ്രശ്നമുണ്ട്. കാരണം 39 ആക്ട് പ്രകാരമുള്ള ഫസ്ഖ് കോടതി വഴി ചെയ്താൽ ആ ഫസ്ഖ് എന്താവില്ല, സഹിഹാവില്ല, അത് ശരിയാവില്ല. ഇവിടെ അഭിയന്തരായ പണ്ഡിതന്മാർ ഉസ്താദുമാരോട് ഇരിക്കുന്നുണ്ട്. ഇനി ഖുൽഉ തന്നെയും വരുന്നത് ഇങ്ങനെയാണ്. അതായത് കോടതി പറഞ്ഞത് ഇപ്രകാരമാണ്, ഒരു 3 പ്രധാന കാര്യങ്ങൾ ചെയ്തതിന് ശേഷം എക്സ്ട്രാ ജുഡീഷ്യൽ ഡിവോഴ്സ് നടത്താം എന്നാണ് ജസ്റ്റിസ് മുഷ്താഖ്, ഒരു മുസ്ലിം ന്യായാധിപൻ തന്നെയാണ് അത് സംബന്ധിച്ച് വിധി പറഞ്ഞു വച്ചിട്ടുള്ളത്. അതായത് 3 കാര്യങ്ങളെന്ന് പറഞ്ഞത് എ ഡിക്ലറേഷൻ ഓഫ് റെപ്യൂഡിയേഷൻ ഓർ ടെർമിനേഷൻ ഓഫ് മാരേജ് ബൈ വൈഫ്. ഭാര്യയുടെ അടുക്കൽ നിന്ന് നമ്മൾ തമ്മിൽ പിരിയാൻ പോകാണ്, അതിനു വേണ്ടിയുള്ള പ്രധാന തയ്യാറെടുപ്പ് എന്ന നിലക്ക് അതിൻ്റെ ടെർമിനേഷൻ, അതായത് ഈ വിവാഹബന്ധം ഒഴിവാക്കാൻ പോകുന്നു എന്നതിനെക്കുറിച്ചുള്ളൊരു പ്രഖ്യാപനം സ്ത്രീ നടത്തുക. രണ്ടാമത്തേത് ആൻ ഓഫർ ടു റിട്ടേൺ ഡവർ ഓർ എനി അതർ മെറ്റീരിയൽ ഗെയിൻ റിസീവ്ഡ് ബൈ ഹെർ ഡ്യൂറിങ് മാരിറ്റൽ ടൈം.
വിവാഹബന്ധം നിലനിൽക്കുന്ന നേരത്ത്, അതായത് വിവാഹബന്ധം നടക്കുന്ന നേരത്ത് ഈ സ്ത്രീയുടെ പക്ഷത്തു നിന്ന് കൊടുക്കപ്പെട്ടിരുന്ന സ്ത്രീധനം, ഡവർ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ അതായത് മഹർ, സ്ത്രീധനമല്ല മഹർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി മറ്റേതെങ്കിലും എനി അതർ മെറ്റീരിയൽ ഗെയിൻ, മറ്റേതെങ്കിലും തരത്തിലുള്ള ഭൗതികമായ, അതാണ് സത്യത്തിൽ നമ്മൾ കോടതി അവിടെ ഉള്ളാല പറഞ്ഞാലും സ്ത്രീധനാണ്. അതായത് നമ്മൾ ഈ പറയുന്ന സ്ത്രീധനം നിരോധിതമാണെങ്കിൽ പോലും പറഞ്ഞു വച്ചത് എനി അതർ മെറ്റീരിയൽ ഗെയിൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഭൗതികമായ എന്തെങ്കിലും നേട്ടമുണ്ടോ അതും, അതെല്ലാം തിരിച്ചു നൽകാം എന്ന് ഭർത്താവിനോട് വാഗ്ദാനം ചെയ്യുക. 2. മൂന്നാമത്, an effective attempt for reconciliation was proceeded before the declaration of khula. ഖുൽഅ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഒരു എഫക്റ്റീവ് റീകൺസിലിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന പ്രകാരം ഇസ്ലാഹിന് വേണ്ടി, അതായത് എന്തെങ്കിലും തരത്തിൽ രമ്യമായി പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും രീതിയിലുള്ള അത്തരം പരിപാടികൾ നടത്തിയിരിക്കണം എന്നാണ്. അപ്പോൾ രഞ്ജിപ്പിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുകയും ആ ശ്രമം നടത്തി എന്ന് വരുത്തുകയും ചെയ്താൽ മതി. ഈ 3 കാര്യങ്ങൾ ഉണ്ടായാൽ മതി. പിന്നെ പെണ്ണിന് എന്ത് ചെയ്യാം? ഡിവോഴ്സ് ചെയ്യാം. അതായത് പെണ്ണിന് സ്വയമേവ ആ ഭർത്താവിൽ നിന്ന് വിവാഹമോചനം നേടാം എന്ന് പറയുന്ന വിധിയാണ് ഇപ്പോൾ രണ്ടാമത് റിവ്യൂ പെറ്റീഷൻ കൊടുത്തിട്ടും അതങ്ങനെ തന്നെ മതി എന്ന് പറയുന്ന തരത്തിൽ നമ്മുടെ കോടതി, അതായത് കേരള ഹൈക്കോടതി വിധിച്ച വിധിയാണ് നമ്മുടെ മുമ്പിലെ പ്രശ്നമായി നിൽക്കുന്നത്. ഞാനിത് പറയാൻ കാരണം ഇതിപ്പോൾ നമ്മുടെ മഹല്ലത്തുകളിലൊക്കെ വലിയ വിഷയമാണ്. അപ്പം മഹല്ലത്തുകൾ എന്തു ചെയ്യുമെന്നത് തന്നെ ഒരു വിഷയമാണ്. അപ്പം ഞാൻ ഈ സമീപകാലത്ത് ഇത് സംബന്ധിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആലോചനകൾ നടക്കുന്നുണ്ട്, കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ രാജ്യസഭാ അംഗം കൂടിയായിട്ടുള്ള ബഹുമാന്യനായ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനുമായി സംസാരിക്കുമ്പോഴും ഈ ഇവിടെ കേരളത്തിൽ കൊടുത്ത കേരള ഹൈക്കോടതിയിലെ റിവ്യൂ പെറ്റീഷന് ഇനി സുപ്രീം കോടതിയിൽ ചെന്നാലും രക്ഷപ്പെടാൻ സാധിക്കുമോ എന്ന കാര്യത്തെക്കുറിച്ച് അദ്ദേഹം ആശങ്ക പറയുണ്ടായി. കാരണം കോടതികളുടെ മനോഭാവങ്ങൾ മാറിയിരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റെന്ത് കാര്യം എന്നതിനെ കുറിച്ചാണ് ഇവിടെ ഉസ്താദ്മാരൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഞാനത് വിശദീകരിച്ച് പറയല്ല. പക്ഷെ നമുക്കെന്ത് ചെയ്യാനാവും? ഇപ്പോൾ ഫസ്ഖാണ് ഇനി മുമ്പിലുള്ളത്. കാരണം ഞാൻ പറയാൻ കാരണം ഇപ്പോൾ ഈ തൊലാഖ്, അതായത് ഈ ഡിവോഴ്സ് വന്നാൽ, ഈ രീതിയിലുള്ളൊരു വേർപ്പെടൽ ഉണ്ടായാൽ ആ വേർപ്പെടൽ എന്തായാലും സഹീഹല്ല. അതിനെക്കുറിച്ച് എല്ലാ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും പറഞ്ഞു തരുന്ന പ്രകാരം അത് ശരിയാകുന്ന ഒന്നേ അല്ല. അങ്ങനെ ഇരിക്കെ അതായത് ഭർത്താവിൽ നിന്ന് ഉണ്ടായിത്തീരേണ്ട ഒന്നാണത്. ഷർത്തുഹു അല്ലദീ ലാ ബുദ്ദ മിൻഹു ലിസിഹ്ഹതിഹി ഫലാ യുനാഫി കൗനഹു റുക്നൻ സൗജുൻ ഐ സുദൂറുഹു മിൻ സൗജിൻ എന്നാണല്ലോ. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധന സൗജാണ്, ഭർത്താവാണ്. ഐ സുദൂറുഹു മിൻ സൗജിൻ, ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ അത് ഉണ്ടാവണം. അപ്പോൾ ഭർത്താവിൻ്റെ ഭാഗത്ത് ഉണ്ടാവേണ്ട ഖുൽഅ് അതുണ്ടാകാതെ പോവുകയും അത് എന്നാൽ അങ്ങനെ ഖുൽഅ് നടപ്പിലാക്കപ്പെട്ടു എന്ന് പറഞ്ഞ് മഹല്ല് കമ്മിറ്റിയുടെ അടുക്കൽ ചെന്ന് പുനർവിവാഹത്തിന് വേണ്ടി അപേക്ഷ കൊടുക്കുകയും ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങളുണ്ടാകും. എനിക്ക് തോന്നുന്നൊരു കാര്യം, ഞാനത് ആധികാരികമായി പറയാനല്ല, അങ്ങനെ പറയാൻ ഞാൻ യോഗ്യനല്ലാത്തതോടൊപ്പം തന്നെ അതിനൊരുപാട് പരിമിതികളുണ്ട്. പക്ഷെ എന്നാലും ഒരു സ്ത്രീ അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങൾ ഇപ്പോൾ നിലവിൽ കാണുമ്പോഴും നിലവിൽ പറഞ്ഞ ഫസ്ഖിൻ്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, അതായത് എഴ്സാർ സ്ഥിരീകരിക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും യഥാർത്ഥത്തിൽ ഇന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല. ഇന്ന് ആർക്കാ എഴ്സാർ? അങ്ങനെ പറയാൻ പറ്റിയ നിബന്ധന ഒത്ത ഒരു എഴ്സാറിനെ സമ്മതിപ്പിക്കാവുന്ന എന്താണ് സ്വാഭാവികമായും കേരളീയ സമൂഹത്തിലെങ്കിലും ഉണ്ടാവുക? തീരെ ഇല്ല എന്ന് ഞാൻ പറയാല്ല കേട്ടോ. നമ്മൾ കാണാത്ത ചില സന്ദർഭങ്ങളോ ചില സാഹചര്യങ്ങളോ നമ്മുടെ സമൂഹത്തിലുണ്ടാകാം. പക്ഷേ പൊതുവെ ഒരു മഹല്ലത്തിനെ എടുത്ത് പരിശോധിച്ചാൽ എഴ്സാർ സ്ഥിരീകരിക്കാൻ പറ്റുന്ന എന്തു ഘടകമാണ് പലപ്പോഴും ഉണ്ടാവുക? ഇപ്പോൾ ഫതഹുൽ മുഈനിലൊക്കെ തന്നെ മഹാനായ അല്ലാമ തമ്പദാവിയെ ഉദ്ധരിക്കുമ്പോൾ ഒരു വലിയൊരു കളി എനിക്ക് തോന്നുന്നു അവിടെ മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ ഉദ്ധരണി ഉന്നയിച്ചുകൊണ്ട് പറയാട്ടോ, അതായത് ഇത് സബബുൽ ഫസ്ഖി തഅദ്ദുറുൽ മർഅ എന്നു തന്നെ അല്ലാമ തമ്പദാവിയെ ഉദ്ധരിച്ചുകൊണ്ട് അവരുടെ ഖൗലിനെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ആലോചിക്കുമ്പോൾ
ഈ തഅദ്ദുറിൻ്റെ ഒരു വിശാല തലങ്ങളിലേക്ക് പോകേണ്ടതുണ്ടോ എന്ന് ആലോചിക്കേണ്ട സമയമായിരിക്കുന്നു. ഇല്ലെങ്കിൽ ഈ പെൺകുട്ടി ഇസ്ലാമിനെ നിന്ദിക്കുന്ന വിധം അവളുടെ വഴിയെ പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ആ വഴി പലപ്പോഴും ഇസ്ലാമിനെ അപമാനിക്കുന്ന, ഇസ്ലാമിനെയും ദീനിനെയും ഒക്കെ അവഹേളിച്ച് കളയുന്ന, അങ്ങനെ സമുദായത്തെയും പണ്ഡിതന്മാരെയും കർമ്മശാസ്ത്ര ചിന്തകളെയും എല്ലാം തന്നെ അവഹേളിക്കുന്ന തരത്തിലേക്ക് അക്കാര്യം പോകും. അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാൻ തോന്നുന്നത് അത്തരം വിഷയങ്ങളെക്കുറിച്ചുള്ള വലിയ ആലോചനകൾ നടക്കേണ്ടതുണ്ട്. ഇതിവിടെ മാത്രം പറയേണ്ട കാര്യമില്ല, ഇതിനേക്കാൾ ഉയർന്ന തലങ്ങളിൽ ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷേ ആലോചനകൾക്ക് നമുക്കൊക്കെ സംഗതമാകുന്ന രീതികളാകാം എന്നതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിച്ചത്. അപ്പോൾ ഇത്തരം ഒരുപാട് നിയമങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇത്തരം നിയമങ്ങളെ, ഇത്തരം കോടതി വിധികളൊക്കെ സവിസ്തരം പറയാൻ ഞാൻ ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ ജസ്റ്റിസ് മുഷ്താഖ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിനുവേണ്ടി പ്രത്യേകം ഒരു അമിക്കസ് ക്യൂറിയെ ഏൽപ്പിച്ചിട്ടാണ്. അമിക്കസ് ക്യൂറി ഒരു മുജാഹിദുകാരനായിരുന്നു. അദ്ദേഹത്തെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഹുൽഅ് സംബന്ധമായിട്ടുള്ള അതിൻ്റെ പഠനങ്ങൾ നടത്തിയത്. അതിൻ്റെ വെളിച്ചത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അങ്ങനെ ഹുൽഅ് ഖുർആനിൻ്റെ പ്രമാണസിദ്ധമായിട്ടുള്ള ഒന്ന് തന്നെയാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ടാണ് ഈ 3 കാര്യങ്ങളെ അദ്ദേഹം പറയുകയും ഈ 3 കാര്യങ്ങളെ കഴിഞ്ഞാൽ അത് ശേഷം ഇങ്ങനെ ഒന്ന് നടത്താം എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുള്ളത്. കോടതിയുടെ, പ്രത്യേകിച്ചും കേരള ഹൈക്കോടതിയുടെ വിധിയാകുമ്പോൾ, കീഴ്ക്കോടതി എന്ന് പറയാൻ പറ്റുന്നത്, ഹൈക്കോടതികൾ കീഴ്ക്കോടതികളാണെങ്കിലും അതിൻ്റെ മുകളിലാകെ സുപ്രീം കോടതി മാത്രമേ ഉള്ളൂ എന്നതോടൊപ്പം തന്നെ സുപ്രീം കോടതിയിൽ ഈ വിഷയ സംബന്ധമായി പോയാലുണ്ടാകാവുന്ന അവസ്ഥകളെ ആലോചിക്കുകയും ചെയ്യുമ്പോഴാണ് മറ്റെന്ത് വഴി എന്ന ആലോചനകൾക്ക് കൂടുതൽ സാധ്യതയുള്ളത് എന്ന് ഞാൻ സൂചിപ്പിക്കാൻ കാരണം. അപ്പോൾ ഈ വിഷയത്തിൽ, അതായത് ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ മറ്റൊന്ന്, നമ്മൾ ഉസ്താദുമാരാണ്. ഇപ്പം ഈ ഉസ്താദ് എന്ന് പറഞ്ഞാൽ വളരെ കാരുണ്യത്തോടുകൂടെ ഒരു വിദ്യാർത്ഥിയെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സംസ്കാരം പഠിപ്പിക്കേണ്ട ഒരാളാണ്. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ. ഖുർആൻ പഠിപ്പിക്കുന്ന പടച്ച റബ്ബിനെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയാൻ തുടങ്ങുന്നത് അർ-റഹ്മാൻ എന്ന് പറഞ്ഞിട്ടാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കാരുണ്യവാനായ പടച്ചവൻ. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പരിചയപ്പെടുത്തിയത് മുബശ്ശിർ എന്നാണ്. നദീർ എന്ന് പറയുന്നതിനേക്കാളും മനോഹരമായി അള്ളാഹു മുബശ്ശിർ പറഞ്ഞു തന്നു. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 മഹാന്മാരായ സ്വഹാബാക്കളെ, സയ്യിദുന അലി റളിയല്ലാഹു തആല അൻഹുവിനെയും ഹുദൈഫ റളിയല്ലാഹു തആല അൻഹുവിനെയും യമനിലേക്ക് വിടുമ്പോൾ പറഞ്ഞു കൊടുത്തു, യസ്സിറ വലാ തുഅസ്സിറ, ബശ്ശിറ വലാ തുനഫിറ, ബശ്ശിറ വലാ തുനഫിറ. വിജ്ഞാനം ബോധ്യപ്പെടുത്തേണ്ടത് അയജ്ഞലളിതമായിരിക്കണം എന്ന് ഇങ്ങനെ പറയാണ് ഞാൻ. വിജ്ഞാനം ബോധ്യപ്പെടുത്തേണ്ടത് അയജ്ഞലളിതമായിരിക്കണം, വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരവസ്ഥയിലാകരുത്. ബശ്ശിറ വലാ തുനഫിറ, ഓടിക്കരുത്. യസ്സിറ വലാ തുഅസ്സിറ, തഅസീർ ചെയ്യരുത്, ഇടങ്ങേറുണ്ടാക്കരുത്. എന്നിട്ട് റസൂലുള്ള ഈ സംഭവത്തെ വിശദീകരിക്കാൻ വേണ്ടി പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് വന്ന ആയത്തു തന്നെ അതാണ്. യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറൻ വ ദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി സിറാജൻ മുനീറാ. ഈ ആയത്ത് മുന്നിൽ വെച്ചുകൊണ്ടാണ് അള്ളാഹു എറിയുന്ന നല്ലൊരു ചൂരൽ വടിയുണ്ടായിരുന്നു. ആ ചൂരൽ വടിയുടെയും ആ ഗാംഭീര്യത്തിൻ്റെയും മുമ്പിലാണ്, ആ ഹൈബത്തിൻ്റെയും മുമ്പിലാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ അതേ സ്വഭാവത്തിൽ തന്നെ ഇനി പുതിയ കാലത്തേക്ക് അതേ സംഭവം അനുവർത്തിക്കാൻ കഴിയോ ഇല്ലയോ എന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കണം. ഇനി അങ്ങനെ അതേപോലെ തന്നെ തുടരാൻ പോയാൽ ചിലപ്പോൾ JJ ആക്ട് വരും. JJ ആക്ട് എന്ന് പറഞ്ഞാൽ ജുവൈനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം അതിൻ്റെ 75, 82 ഒക്കെ നിയമം പറയുന്ന പ്രകാരം ഒരു കുട്ടിയെ പിന്നെ ദേഹോപദ്രവം ചെയ്താൽ, അങ്ങനെ ദേഹോപദ്രവം ചെയ്ത ആൾക്ക് ഷാൽ ബി പണിഷ്ഡ് വിത്ത് ഇംപ്രിസൺമെന്റ് ഫോർ എ ടൈം വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 5 years or with time of 1 lakh rupees or with both എന്നാണ്. 5 കൊല്ലം
പിന്നെ അല്ലെങ്കിൽ 1,00,000 രൂപ പിഴയും, ഇല്ലെങ്കിൽ രണ്ടും കൂടി ജഡ്ജി പറയുകയാണെങ്കിൽ അങ്ങനെയും കൂടി ആക്കാൻ പറ്റും. അത് ജഡ്ജിയുടെ വിവേചനാധികാരമാണ്. അതിൻ്റെ മോളിൽ പോയി നമ്മൾ അടങ്ങാറാവുമല്ലോ. അപ്പം ഞാൻ പറയാൻ കാരണം അതായത് ഇതൊരു അടി കൊടുത്താൽ മതി. ചിലപ്പോൾ അതിൽ ചില കാര്യങ്ങൾ ഇപ്പോൾ നേരെ തിരിച്ച് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കഴിഞ്ഞ തവണ വന്ന കോടതി വിധിയുണ്ട്. അതായത് ഒരു കുട്ടിയെ പിന്നെ അവൻ നന്നാവണം എന്നാഗ്രഹിച്ചതിൻ്റെ പേരിൽ ഒരു ടീച്ചർ തല്ലിയാൽ, ഒരു അധ്യാപിക തല്ലിയാൽ അല്ലെങ്കിൽ ഒരു അധ്യാപകൻ തല്ലിയാൽ അത് പിന്നെ ശിക്ഷാപരമായ ഒരു പ്രശ്നമാക്കി എടുക്കേണ്ടതില്ല എന്ന് നമ്മുടെ കോടതികൾ പറഞ്ഞതുമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തവണ ഉണ്ടായൊരു വിധി, ഞാനിത് രണ്ടും കൂടി പറയാൻ കാരണം ചിലപ്പോൾ തല്ലിയാൽ രണ്ട് രീതിയിലേക്കും പോകാം. അതായത് ഒന്ന്, കോടതികൾ ഇങ്ങനെ തിരിച്ചും പറഞ്ഞിട്ടുണ്ട്. തിരിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഗൈഡ് ചെയ്യാൻ വേണ്ടി എന്ന നിലക്ക്, അതായത് ഒരു കുട്ടിയെ നന്നാക്കണം എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ ചെയ്താൽ അത് തെറ്റല്ല എന്ന് കോടതി പറയുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അതും അങ്ങനെയും കോടതി വിധി നമുക്ക് കാണാനാവും. അതായത് പിന്നെ കേരള ഹൈക്കോടതി തന്നെ നൽകിയ വിധി പ്രകാരം The Kerala High Court has ruled that a criminal case will not stand against a teacher for beating a student if the intention is to guide the individual towards academic improvement എന്നാണ്. ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസ വളർച്ചയ്ക്ക് വേണ്ടി അതുമാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഒരു തല്ലൊക്കെ കൊടുത്താൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത്, വല്ലാതെ അങ്ങനെ ഒരു ശക്തമായ അർത്ഥത്തിലുള്ള അടിയോ മറ്റോ ചെയ്താൽ JJ ആക്ട്, അതായത് ജുവൈനൽ ജസ്റ്റിസ് പ്രകാരം ഉണ്ടാകുന്ന ഭീകരമായ അർത്ഥത്തിലുള്ള ഇത്തരം ചില ശിക്ഷാവിധികളിലേക്ക് കാര്യങ്ങൾ കടക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നത് അതിനേക്കാൾ അപകടം ഇപ്പോൾ ഒരു തല്ലേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. പല ഉസ്താദുമാരും ആ ഗതികെട്ട അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. അള്ളാഹു നമ്മളൊക്കെ കാക്കട്ടെ. ചിലപ്പോൾ വല്ലാതെ ദേഷ്യം പിടിച്ച് തല്ലിയത്, ആ തല്ല് കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ഗുരുത്തം കെട്ടതാണെങ്കിൽ പിന്നെ അതുപോലത്തെ ഒരു ഗുരുത്തം കെട്ട വക്കീലിനെയും കൂട്ടുപിടിച്ചാൽ വരാൻ പോകുന്ന സാധനമാണ് പോക്സോ. നമുക്കെല്ലാവർക്കും അറിയാം പോക്സോ. അതിനിപ്പോൾ നേരത്തെ നമ്മളൊക്കെ അങ്ങനെ പറയുമ്പോൾ ഈ ലാത്തയലൂത്തു എന്ന് പറയുന്നതിൻ്റെ മാധ്യമൊന്നും സർഫാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊന്നും ഇല്ലാതെ ആ മാധ്യയിലേക്ക് ഉരത്തിക്കും. അതായത് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്സ്വൽ ഒഫൻസസ് എന്ന് പറയുന്നതാണ് പോക്സോ. ഒരു കുട്ടികളെ ലൈംഗികമായ അതിക്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന നിയമമാണ്. പക്ഷേ ഈ നിയമത്തിൻ്റെ പ്രശ്നം, ഈ നിയമത്തെ സാധാരണ പറയാം കോഗ്നിസബിൾ ഒഫൻസ് എന്ന പേരിലാണ് ഈ കുറ്റകൃത്യത്തെ കാണാറുള്ളത്. കോഗ്നിസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ ഒരു പോലീസ് ഓഫീസറുടെ മുമ്പിൽ ഈ വിഷയം വന്നാൽ ആ പോലീസ് ഓഫീസർക്ക് ആ വിവരം കിട്ടിയാൽ, അത് പല രീതിയിലുണ്ട് കേട്ടോ. പോക്സോവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരു കുട്ടിയെ പിന്നെ അവൻ്റെ ലൈംഗികമെന്ന് തോന്നിപ്പിക്കാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു അവഹേളനം നടത്തിയാൽ, ലൈംഗിക അവയവങ്ങളിലൊന്ന് തൊട്ടു എന്ന് വന്നാൽ അങ്ങനെ വരുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. ഇനി അതിനപ്പുറത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് ആ മാദ്ദയിലേക്ക് പോയാൽ, അതുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് പോയാൽ, ഇവിടെ ഓൺലൈൻ ഉണ്ടോ? അപ്പോൾ ഉണ്ടോ? എന്നാൽ അങ്ങനെ പറഞ്ഞോളൂ. അങ്ങനെ ആ ഒരു ലെവലിലേക്ക് പോയാൽ അവിടെ ഉണ്ടായിത്തീരുന്ന വലിയ അപകടം എന്ന് പറയുന്നത്, ഈ പറയുന്ന പ്രകാരം നമ്മുടെ കോടതികൾ അത് ഗൗരവമായി എടുക്കുകയും നമ്മുടെ നിയമ ക്രമീകരണങ്ങൾ തന്നെ അത് വളരെ ഗൗരവത്തോടെ എടുക്കുകയും ചെയ്യുകയും അത് വലിയ അർത്ഥത്തിലുള്ള ശിക്ഷകൾക്ക് കാരണമാവുകയും ചെയ്യും എന്നതാണ്. അതാ ഞാൻ പറഞ്ഞ കോഗ്നിസബിൾ ഒഫൻസാണ്. കോഗ്നിസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ ഈ പോലീസ് ഓഫീസർ അതിൻ്റെ പേരിലുള്ള ശിക്ഷാ നടപടികൾക്ക് വേണ്ട അതിൻ്റെ നടപടികൾ എടുത്തേ തീരൂ. അത് രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ, അത് പരാതിയായി വന്നാൽ, കേരളത്തിൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു മന്ത്രിക്ക് പോലും ഇടപെടാൻ കഴിയാത്ത വിധം അത് ഭീകരമായൊരവസ്ഥയിലേക്ക് പോകും. ആരെങ്കിലൊന്ന് വിളിച്ചു പറയിപ്പിക്കാന്ന് വെച്ചാൽ നടക്കൂല. അയാൾ ആ ഫോൺ തന്നെ എടുക്കൂല. നമ്മൾ കേൾക്കുമ്പോൾ തന്നെ പറയും പോക്സോ ആണ്, എൻ്റെ പൊന്നാരസ്താദ് ഒഴിക്കേണ്ട പറയും. പിന്നെ വേറെ ഏതെങ്കിലും രീതിയിലൊക്കെയുള്ള ചില ശ്രമങ്ങളിലൂടെയൊക്കെയാണ് പലരും പുറത്തു വരുന്നത്. കാരണം അതിനെ എത്രയോ മാനക്കേടുണ്ടാക്കുന്ന അവസ്ഥയായിരിക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഞാൻ പറയാൻ കാരണം ഇത് ഒഴിവാക്കപ്പെടാൻ പറ്റാത്ത വിധം പിടികൂടപ്പെടുന്ന ഒരു നിയമമാണ്.
നോൺ വയലബിൾ ആണ് എന്ന് പറഞ്ഞാൽ വേഗം ഒന്നും ജാമ്യം കിട്ടൂല, ജാമ്യവും കിട്ടൂല. ഇനി അതിൻ്റെ പലതരത്തിൽ ഇപ്പോൾ പെനിട്രേറ്റീവ് സെക്സ്വൽ അസോൾട്ട് എന്ന് പറയുന്നുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരിക്കും പിന്നെ ഒരു കുട്ടിയെ ശാരീരികമായി ലൈംഗികമായി ഉപയോഗിച്ചു എന്ന് വന്നാൽ, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായാൽ 10 കൊല്ലം വരെ ആ മനുഷ്യന് തടവ് കൊടുക്കുക. ഇതൊരു തർഹീബായിട്ട് കാണണേ. കാരണം ഇത് വലിയ അപകടമാണെന്ന് മനസ്സിലാക്കണം. ഇതിപ്പോ ഈ ഉസ്താദുമാരോട് എന്തിനാ അങ്ങനെ പറഞ്ഞു ചോദിച്ചാൽ, നമ്മളിപ്പോൾ സ്വാഭാവികമാണ് നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇത്തരം വിഷയങ്ങളൊക്കെ ഇനി എത്ര സൂക്ഷ്മശാലിയായ പണ്ഡിതൻ ദർസ് നടത്തുമ്പോഴും സംഭവിക്കാവുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ ആ യാഥാർത്ഥ്യത്തെ പറയുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 10 കൊല്ലം വരെയും തടവ് വരും. അത് പലതരത്തിൽ, അത് കുറച്ചുകൂടി അഗ്രസീവ്, അതായത് കുറച്ചുകൂടി ഗൗരവത്തിലാണെങ്കിൽ 20 കൊല്ലം വരെയും തടവ് വരും. എന്നാ പിന്നെ അയാളുടെ ആയുസ് മുഴുവൻ പോയി നടത്തും. സാധാരണയിൽ എന്തോ സംഭവിച്ചു എന്നാ പറഞ്ഞെങ്കിൽ 10 കൊല്ലം വരെ. അതല്ല, ആ കുട്ടി, അവിടെ കുട്ടിയുടെ മൊഴിയാണ് പ്രശ്നം. കുട്ടിയുടെ മൊഴി, അതിനോടനുബന്ധമായ സാഹചര്യ തെളിവുകൾ പിന്നീട് തെളിയിക്കപ്പെട്ടാൽ ആ ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് ഈ പറയപ്പെടുന്ന രീതികൾ ഉണ്ടാവുന്നത്. ചിലപ്പോഴൊക്കെ വഞ്ചനാപരായിരിക്കും, അങ്ങനെയും സംഭവിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇതിൻ്റെ ഒരു പേടി എല്ലാവർക്കും ഉണ്ടാവാൻ ആവശ്യമാണ്. കാരണം ഇത് ഇത്ര വലിയ ഭീകരമായ ഒരു പ്രശ്നമായിട്ട് തന്നെയാണ് നമ്മുടെ കോടതികൾ കാണുന്നത്, നമ്മുടെ നിയമം കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം, ഇങ്ങനെ കുറച്ചുകൂടെ ഗൗരവത്തിലുള്ള ഒന്നായ ഈ പെനിട്രേഷൻ എന്നൊക്കെ പറഞ്ഞാലേ എന്താണെന്നറിയോ? അതെങ്ങനെ പറയാം? അപ്പോൾ മനസ്സിലാവില്ലല്ലേ, അങ്ങനെ പറയാൻ പറ്റാത്ത എന്തുവാണെന്ന്. പെന്നീസ് എന്ന് പറഞ്ഞാൽ എന്നാ ദക്കർ എന്നാണ് അർത്ഥം, ബാക്കിയാണ് വിചാരിച്ചത്. അപ്പോൾ എൻ്റെ ഒരു ഇത് നിങ്ങൾ വിചാരിച്ചാൽ മതി, അത് ഇങ്ങനെ പറഞ്ഞു തരാൻ പറ്റാത്ത ഒരു സംഭവം. അപ്പം അങ്ങനെ ഒരു പെനിട്രേഷൻ നടന്നാൽ അത് വളരെയേറെ അത് മുറിപ്പെടുത്തുന്ന വിധത്തിലോ മറ്റുമൊക്കെ ആയി വന്നു എന്ന് വന്നാൽ, ഈ പറയുന്ന വിധം 18 വയസ്സിന് താഴെയുള്ള കുട്ടിയൊക്കെ കുട്ടിയാണ്. 18 വയസ്സിന് താഴെയുള്ളവരൊക്കെ കുട്ടികളാണ്. ഈ നിയമം വരെയും അത് കൃത്യമായി നിർവഹിച്ച് പറയുന്നുണ്ട്. 18 വയസ്സിൻ്റെ താഴെ വരുന്നവൻ കുട്ടിയാണ്. ആരാണ് ചൈൽഡ്? ആരാണ് കുട്ടി? ചൈൽഡ് എന്ന് പറയുന്നതിനെ നിയമം വ്യാഖ്യാനിക്കുന്നു. 18-ന് താഴെ വരുന്നവരെല്ലാവരും ഈ പറയുന്നതിൽ വരും. അപ്പോൾ അതിൽ വരുന്നൊരു കുട്ടിക്ക് നേരെ അത്തരം ഒരു അതിക്രമത്തിൻ്റെ വല്ല മുറിവോ മറ്റോ ഉണ്ടാവുന്നൊരവസ്ഥയിലേക്ക് അത് വളരെ ഭീകരമാണ് എന്ന് വന്നാൽ 20 കൊല്ലം തടവിന് പോകേണ്ടി വരും. 20 കൊല്ലം ജീവിത പണി അങ്ങ് നിർത്തിപ്പോണ്ടി വരും. ഇനി 20 കൊല്ലത്തിൽ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് വക്കീലന്മാരൊക്കെ പിടിച്ചും കാലു പിടിച്ചും വേറെന്തെങ്കിലുമൊക്കെ ആക്കിയും ഒക്കെ വന്നാലും തന്നെ ഭീകരമായൊരു അപമാനം സഹിക്കേണ്ടി വരും. അള്ളാഹു ഈ ഭൂമിയിൽ നമ്മളെ അപമാനിക്കാതിരിക്കട്ടെ, നാളെ ആഖിറത്തിലും അള്ളാഹു അപമാനിക്കാതിരിക്കട്ടെ. ഇതിൻ്റെ ഓരോ വകുപ്പ് ഞാൻ എന്നെ പറഞ്ഞുള്ളൂ. അതുപോലെ തന്നെയാണ് സെക്സ്വൽ അസോൾട്ട്. കുട്ടികളെ അങ്ങനെയൊന്നും ആക്കണ്ട, പക്ഷെ അവരെ ലൈംഗികമായി അപമാനിക്കുക. നീ അവൻ്റെ തുണി അങ്ങ് പറിച്ചളയാ, ഒരു ഉദാഹരണത്തിന്. അങ്ങനെ എന്തെങ്കിലും ദേഷ്യം വന്നപ്പോൾ എന്തോ ചെയ്തു പോയി, അതിനെ സംഭവിക്കാമല്ലോ. എന്നാലൊരു 3 കൊല്ലം മുതൽ 5 കൊല്ലം വരെയും പ്ലസ് ഫൈൻ പോണ്ടി വരും. നിങ്ങളെ ഈ ഉച്ച നേരത്ത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഞാനിങ്ങനെ പേടിപ്പിക്കാമെന്ന് വിചാരിക്കേണ്ട, ഇത് അറിയാൻ വേണ്ടി പറയാം. അതായത് സെക്സ്വൽ അസോൾട്ട് 3 കൊല്ലം മുതൽ 5 കൊല്ലം വരെയും തടവ് ശിക്ഷിക്കപ്പെടും. ഇത് ഒരാളുടെയും ശുപാർശ കേൾക്കില്ല. അതാ ഞാൻ ഇതിന് നിങ്ങളോട് എഴുതി വെച്ചുള്ളൂ. കോഗ്നിസബിൾ എന്നാണ് ഇതിന് പറയാം. കോഗ്നിസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ കേട്ട പോലീസ് ഓഫീസർക്ക് അത് മൂടി വെക്കാൻ പാടില്ല, കേട്ട ഉസ്താദിന് അത് മൂടി വെക്കാൻ പാടില്ല, കേട്ട ഒരു പൗരന്, അതാരും ആവട്ടെ, അയാൾക്കത് മൂടി വെക്കാൻ പാടില്ല.
അങ്ങനെ മൂടിവെക്കുന്നവരൊക്കെയും ശിക്ഷയുടെ മുമ്പിൽ വരും എന്ന തരത്തിൽ ഈ കുറ്റകൃത്യത്തിൻ്റെ കൂടെയുള്ള ആളുകളായി മാറുന്ന തരത്തിൽ വളരെ കൃത്യമായിട്ടിങ്ങനെ അതിങ്ങനെ കണിശമാക്കി വച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ ഇങ്ങനെ 4 വിഭാഗമായിട്ട് ഞാൻ പറയട്ടെ. ഒന്ന്, ഈ പെനിറ്റേറ്റീവ് സെക്സ്വൽ അസോൾട്ട് എന്ന് പറയുന്ന, നേരത്തെ പറഞ്ഞ പെനിസ് എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ടത് ഒന്ന്. അത് ഗൗരവം ഇല്ലാത്തത്. ഇനി കുറച്ചുകൂടി അഗ്രസീവായ, അതാണ് അഗ്രിവേറ്റഡ് പെനിറ്റേറ്റീവ് സെക്സ്വൽ അസോൾട്ട് എന്ന് പറയുന്ന കുറെ കൂടി ഭീകരമായ രീതിയിലുള്ള ചെയ്തി. അതിനാണ് ആദ്യം പറഞ്ഞ 10 കൊല്ലത്തെ തടവ്, രണ്ടാമത് പറഞ്ഞ 20 കൊല്ലത്തെ തടവ്. ഇനി മൂന്നാമത്താണ് സെക്സ്വൽ അസോൾട്ട്, അതായത് ലൈംഗികമായ അപമാനം ഉണ്ടാക്കലാണ്. അങ്ങനെ അപമാനം ഉണ്ടാക്കിയാൽ 3 മുതൽ 5 വരെ ഉള്ള കൊല്ലങ്ങളിൽ തടവ് പ്ലസ് ഫൈൻ. അതെത്രയാണെന്നുള്ളത് കോടതി പറയും. അത് ചിലപ്പോൾ 1 ലക്ഷം എന്ന് പറഞ്ഞാൽ 10 ലക്ഷം, 10 അങ്ങനൊന്നും പോകാറില്ലായിരിക്കും, പക്ഷെ 1 ലക്ഷം എന്നൊക്കെ പറയാം. ഇനി അതിനെ തന്നെയും കുറച്ചുകൂടി അഗ്രവേറ്റഡ് ആയിട്ടുള്ള സെക്സ്വൽ അസോൾട്ട്, അതെന്താണ്? ആ കുട്ടിയെ ലൈംഗികമായിട്ടുള്ള എല്ലാ തരത്തിലും അപമാനിച്ചു, അവൻ്റെ ലൈംഗിക അവയവങ്ങളിൽ പിടിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ ചെയ്തു. അങ്ങനെയുള്ള വളരെ ആ കുട്ടിയുടെ മാനസികമായിട്ട് വലിയ ആഘാതമേൽപ്പിക്കാവുന്ന തരത്തിൽ അത് മനസ്സിലാക്കേണ്ടത് ഒരു പോലീസ് ഓഫീസറാണ്, ഒരു കുറ്റാന്വേഷകനാണ്. ആ നിലക്ക് അത്ര ഭീകരമായ രീതിയിൽ അത് ചെയ്തു. എന്നാൽ 5 മുതൽ 7 വരെയുള്ള കൊല്ലം തടവിന് ശിക്ഷിക്കും, പ്ലസ് ഫൈൻ ഉണ്ടാവും. അപ്പം ഞാനിത് പറയുന്നത് ഇതൊക്കെ നമ്മൾ ഈ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. എങ്ങനെ ശ്രദ്ധിക്കാൻ? നമ്മുടെ കുട്ടികൾ ഹോസ്റ്റൽ സംവിധാനങ്ങൾ അതിൻ്റെ ശൈലികൾക്കൊക്കെയും പലപ്പോഴും ദീൻ പറഞ്ഞ പ്രകാരം തന്നെ വല്ലാതെ അടുപ്പിച്ചൊക്കെ കിടത്താതെ കുറച്ചുകൂടി ഒന്ന് അകലം പാലിച്ചൊക്കെ എടുത്തിയും അത്തരം വിഷയങ്ങളിലൊക്കെ കുറച്ചുകൂടി സൂക്ഷിച്ചും കൈകാര്യം ചെയ്താൽ ഈ ഇത്തരം അപമാനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മുടെ സഹപ്രവർത്തകർക്ക് അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾക്കും എല്ലാം സാധ്യമാകുന്ന സാഹചര്യം ഉണ്ടാകും എന്നതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം. ഇതെല്ലാവർക്കും അറിയേണ്ട കാര്യമാണ്. പോക്സോ അറിയാത്ത ആരും ഉണ്ടാവില്ല. പക്ഷേ അത് വളരെ കൃത്യമായി ഇങ്ങനെ പിന്നെ ഇങ്ങനെ കണിശമാക്കി വച്ചിരിക്കുന്നു എന്നുള്ളത് ആരെയും കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവം എന്ന നിലക്ക് അത് ഉണ്ടെന്നത് നമ്മൾക്ക് ബോധ്യപ്പെടണം. അതിനാണ്. അപ്പോൾ ആ നിലക്ക് 2 കാര്യങ്ങളാണ് ഞാൻ എൻ്റെ സമയപരിമിതിയുടെ ഉള്ളിൽ നിന്ന് പറഞ്ഞത്. ഒന്ന്, വൈവാഹികമായ നിയമങ്ങളുടെ ബന്ധപ്പെട്ട കുറേ ചർച്ചകൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. വന്ദരായ ഉസ്താദ് ഇവിടെ ഇരിക്കുന്നു, ഇവിടെയും പണ്ഡിതന്മാരിരിക്കുന്നു, നിങ്ങളും പണ്ഡിതന്മാരാണ്. എന്താണ് ഹുലും ഫസുവും ഒക്കെ ചെയ്യേണ്ടതിൻ്റെ രീതികൾ എന്നതിനെക്കുറിച്ചൊക്കെ പഴയകാല ഉലമാക്കൾക്കിടയിലും ചില വിഷയങ്ങളിൽ അത്തരം കാര്യങ്ങൾ ചെയ്തിരുന്നതും എന്നാൽ അതൊട്ടും ചെയ്യാതെ നിന്നവരുമായിട്ടുള്ളവരുടെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ ഓർത്തുകൊണ്ട് പറയാം. ഇന്ന് ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറച്ചുകൂടി പുനരാലോചനകളോ പുനർചിന്തകളോ ഒക്കെ ചെയ്യേണ്ടി വരുന്ന വലിയ സാഹചര്യങ്ങൾ, ദീൻ അപമാനിതമാകുന്ന വിധം ചിലരെങ്കിലും അതിനെ കൈകാര്യം ചെയ്യുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടെന്ന ബോധ്യത്തെയാണ് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞത്. രണ്ടാമത്തേത്, ഇത് അതിനേക്കാളേറെ അപമാനകരമാണ്. കാരണം സാധാരണഗതിയിൽ മദ്രസ അധ്യാപകൻ എന്നും ഒക്കെ പറഞ്ഞ് സമൂഹ മധ്യത്തിൽ അപമാനിക്കുന്ന ഒരു സംഭവമാക്കി ഇതിനെ മാറ്റുമ്പോൾ എവിടെയെങ്കിലും അങ്ങനെ ഒരു ചെറിയ അർത്ഥത്തിലുള്ള ഒരു അവസ്ഥകൾ സംഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് നമ്മളൊക്കെ ഹൃദയം തൊട്ട് പറയുകയും ഹൃദയം തൊട്ട് ആലോചിക്കുകയും വേണം. എന്തെങ്കിലും അതിൻ്റെ ഒരു ശായിബത്ത് എവിടെയെങ്കിലും കണ്ടാൽ വളരെ ശക്തമായി അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.